സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ആറാം വിരലിന് പകരം നാവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തന്നെ മറ്റൊരു അനാസ്ഥയുടെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇത്തവണ ഇര 4 വയസ്സുകാരി. ആറാം വിരൽ മുറിച്ചു മാറ്റുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിനുണ്ട് ന്യായം. കുട്ടി കരഞ്ഞപ്പോൾ നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഉടൻ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തുവെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാസ്ഥ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ചികിത്സാ പിഴവിന്റെയും അനാസ്ഥയുടെയും പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പഴി കേൾക്കുന്നത് ഇതാദ്യമല്ല. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ മറന്നുവെച്ച കത്രികയുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഹർഷീന. ICU പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ഉള്ളിൽ നിന്നും ശ്രമമുണ്ടായി എന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നാണക്കേടായി. രാജ്യത്തെ തന്നെ മികച്ച ആതുരാലയങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വിവിധ ജില്ലകളിലുള്ള ലക്ഷങ്ങളുടെ ആശ്രയം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ഈ സ്ഥാപനത്തിന്റെ ശോഭ കെടുത്തുകയാണ്. 4 വയസ്സുള്ള കുഞ്ഞിന്റെ കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് അവസാനത്തെ സംഭവം മാത്രം. ചെറുവണ്ണൂർ സ്വദേശിയായ കുഞ്ഞിന്റെ 6ാം വിരൽ മുറിച്ചു മാറ്റുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി. പിന്നീട് കുടുംബം പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കൈയിൽ ശസ്ത്രക്രിയ നടത്തിയത്. പിഴവ് പറ്റിയെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും സമ്മതിച്ചു. എന്നാൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ഡോക്ടർമാർ ഇപ്പോഴും അക്കാര്യങ്ങൾ നിഷേധിക്കുന്നു. കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഹർഷീന എന്ന യുവതി നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. വേദന മറയ്ക്കാൻ തുടർ ചികിത്സയ്ക്കായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നു. ചികിത്സാ പിഴവല്ലെങ്കിലും ICU പീഡന കേസിലെ അതിജീവിതയ്ക്കും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അവഗണന. ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം പ്രതിക്ക് സഹായകരമായ നിലപാടുണ്ടായി. അതിജീവിതയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്താതെ പോലീസിന് റിപ്പോർട്ട് നൽകിയ ഗൈനക്കോളജിസ്റ്റിനെതിരെ പുനരന്വേഷണം നടത്താൻ അതിജീവിതയ്ക്ക് കൊടും ചൂടിൽ സമരമിരിക്കേണ്ടി വന്നത് ദിവസങ്ങൾ. പിഴവുകൾ തുടർക്കഥയാകുമ്പോൾ അനുഭവിക്കുന്നത് സാധാരണക്കാർ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ചർച്ചയിൽ ഡോക്ടർ ജയപ്രകാശ് ആറുണ്ട്. കോഴിക്കോട്ടെ സാമൂഹ്യ പ്രവർത്തകൻ ദിനേശ് പെരുമണ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥകളിൽ നിരന്തരം ഇടപെടുന്ന വ്യക്തിയാണ്. ഹർഷീന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയുടെ ഇരയാണ് ഹർഷീന. കുറേ കാലം ഹർഷീനയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ പ്രതിനിധി സിനോജ് തോമസുമുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളെ പ്രതിനിധിയിലേക്കാണ് ആദ്യം പോകുന്നത്. സിനോജ്, ഇപ്പോൾ ഹർഷീനയുടെ കേസ് പോലെയല്ല ഇത്. ഒരു 4 വയസ്സുകാരിക്ക് 6ാമത്തെ വിരൽ അത് ശസ്ത്രക്രിയയിലൂടെ മാറ്റാനായി കുടുംബം ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രി ശസ്ത്രക്രിയയിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് കുട്ടി കരഞ്ഞപ്പോൾ നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അതുകൊണ്ട് നാവിന് ചെയ്തുവെന്നും എന്നുള്ള വിചിത്രമായ വാദമാണ് സൂപ്രണ്ടിൻ്റെതായി ആദ്യം വന്ന മറുപടി. എന്താണ് ഇപ്പോൾ ആശുപത്രി വിശദീകരിക്കുന്നത്? ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പിഴവ് തുടക്കത്തിൽ തന്നെ സമ്മതിച്ചിരുന്നു. സ്മൃതി, പിഴവ് സംബന്ധിച്ചിരുന്നു. ഈ അസോസിയേറ്റ് പ്രൊഫസറാണ്, മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ കൂടിയാണ് ഈ ഡോക്ടർ ബിജോൺ ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹം ഈ പിഴവ് സംബന്ധിച്ച് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു. അദ്ദേഹം ആ കുട്ടിയുടെ ചികിത്സാ രേഖയിൽ തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സമ്മതം വാങ്ങാതെയാണ് ഞാൻ ഈ ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നത്, പക്ഷേ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് കൈപ്പടയിൽ തന്നെ എഴുതി അവർക്ക് നൽകിയിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പരാതി ഇല്ലെന്ന് ആ കുട്ടിയുടെ പേരൻസ് ഒക്കെ തന്നെ പറഞ്ഞത്. പിന്നീടാണ് അവർ രേഖാമൂലം സൂപ്രണ്ടിനും പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസിനൊക്കെ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ കാല് മാറി ഓപ്പറേഷൻ ചെയ്തു അല്ലെങ്കിൽ കൈ മാറി ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ശരീരത്തിന്റെ 2 ഭാഗങ്ങൾ തമ്മിൽ മാറിപ്പോകുന്നത്. അതായത് ഇടത് കൈവിരലിൽ ചെയ്യേണ്ട ഒരു സർജറി നേരെ നാവിലേക്ക് പോകുന്നു. അതായത് യാതൊരു ബന്ധമില്ലാത്ത ശരീരത്തിന്റെ 2 ഭാഗങ്ങൾ തമ്മിൽ മാറിപ്പോകുന്നത്, അതാണ് എല്ലാവരും ഞെട്ടിച്ചത്. പക്ഷേ ഇതൊരു മൈനർ സർജറിയാണ്, മേജർ സർജറി ഒന്നുമല്ല. ഹർഷീനയ്ക്ക് സംഭവിച്ചതുപോലുള്ള ഒരു മേജർ സർജറി അല്ല, മൈനർ സർജറിയാണ്. അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ വന്നു, ആ വിരലിന്റെ ഭാഗമാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സർജറിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ടങ് ടൈ ആണ്. അത് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരു നാവിൻ്റെ അടിയിലുള്ള ഒരു പിടുത്തമാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം. മറ്റ് ബാൻഡേജോ വലിയ കാര്യത്തിലുള്ള അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. ഈ കുട്ടി കരഞ്ഞ സമയത്ത് ഈ നാവിലുള്ള പിടുത്തം മനസ്സിലാക്കി ഒരു പക്ഷേ ഇന്ന് തന്നെ വേറൊരു കുട്ടിക്ക് ഇതേ ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർ അങ്ങനെ തെറ്റിദ്ധരിച്ച് ചെയ്താകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. തെറ്റ് പറ്റിയെന്ന് ഡോക്ടർ സമ്മതിക്കുകയും പേരൻസിനോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് പെട്ടെന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയ്ക്ക് തന്നെ പുറത്തു വന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഇടപെട്ട് ഉടനടി തന്നെ
തന്നെ മണിക്കൂറുകൾക്കകമാണ് ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനൊരു പിഴവ്, ഇത്രയും കുട്ടികളെ നോക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടറാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഡോക്ടറാണ്, എങ്ങനെ ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു? അതായത് ഇത്ര തിരക്കുള്ള ആശുപത്രിയാണ്, ചിലപ്പോൾ ഈ രേഖകൾ നോക്കിയിട്ടൊക്കെ തന്നെയാണല്ലോ സർജറിക്ക് കയറാറുള്ളത്. ഓരോ പേഷ്യൻറ്റിനും കേസ് റെക്കോർഡ് ഉണ്ടാവും, അത് നോക്കി ഏതൊക്കെ ചികിത്സ നൽകി, എന്ത് ഓപ്പറേഷനാണ്, ഏത് ഭാഗത്താണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് ചെയ്യുക. പക്ഷേ ഈ കുട്ടി കരഞ്ഞതുകൊണ്ട് വായിലേക്ക് നോക്കി അപ്പോൾ നാക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിടുത്തം കണ്ടു, അതാണെന്ന് കരുതി ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിൽ കൂടി ഇത് മൈനർ സർജറി ആയതുകൊണ്ട് തന്നെ പേരൻസ് ആദ്യം ക്ഷമിച്ചെന്നാണ് പറഞ്ഞത്. മേജർ സർജറി ആയിരുന്നെങ്കിലോ എന്ന് ആ കുടുംബം തന്നെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നെന്ന് മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നു. ആ ഡോക്ടർ തന്നെ സമ്മതിച്ചിരിക്കുന്നു, അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഇനി ഇതുപോലുള്ള സംഭവം ആവർത്തിക്കരുതെന്നാണ് ആ കുടുംബവും പറഞ്ഞിരിക്കുന്നത്. ഹർഷീന ഇതിനു മുൻപ് പല തവണ നമ്മളോട് ബൈറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഇതുപോലെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു വീഴ്ച ഇനി ആർക്കും സംഭവിക്കരുത് മെഡിക്കൽ കോളേജിൽ നിന്ന്. പക്ഷേ വേറൊരു രൂപത്തിൽ, വേറൊരു രീതിയിൽ ഇപ്പോൾ ഒരു 6 വയസ്സുകാരിയുടെ പേരിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. സ്മൃതി, ഡോക്ടറിലേക്ക് പോകുന്നു. ഡോക്ടർ ജയപ്രകാശ്, ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കയറുന്ന ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്യാനായി കയറുന്ന ഡോക്ടർ എന്തിനാണ് ഓപ്പറേഷൻ അറിയാതെയാണോ ഈ ജോലി തുടങ്ങുന്നത്? വ്യക്തമാകുന്നില്ല ഇക്കാര്യം. ഞാൻ പീഡിയാട്രിക്സ് പ്രൊഫസറാണ്, സർജൻ അല്ല. പക്ഷേ പൊതുവിൽ സർജറി ഓരോ ദിവസവും ഒ പിയിൽ നിന്ന് കേസുകൾ അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒ പി പ്രൊസീജിയറായിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ ദിവസവും ഇത്ര കുട്ടികൾക്ക് സർജറി ചെയ്യുന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഡോക്ടർക്ക് പറ്റിയ പിഴവെന്ന് പറയുന്നത്, ഒരു കുട്ടി ഒരുപക്ഷെ അവിടെ ടങ് ടൈ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കാണും, നമ്മുടെ ഈ കുട്ടി ഉണ്ടായിരുന്നു കാണും. അപ്പോൾ ആ കുട്ടി ടങ് ടൈ ഉള്ള കുട്ടിയാണെന്ന് കരുതിയായിരിക്കണം ഈ കൈയുടെ പ്രശ്നമുള്ള കുട്ടിക്ക് ടങ് ടൈ ഓപ്പറേഷൻ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവുക. ഏതായാലും ഇത് ഡോക്ടർ തന്നെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഡോക്ടർ ജയപ്രകാശ്, ഞാൻ ചോദിക്കുന്നത്, കരുതുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കരുതലിന്റെയും തോന്നലിന്റെയും അടിസ്ഥാനത്തിലാണോ ഒരു ഡോക്ടർ ഓപ്പറേഷൻ എന്ന ഒരു വലിയ ജോലിയിലേക്ക് കടക്കുന്നതെന്നുള്ളതാണ്. ഇത് ഏത് രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇത് ചെയ്യുന്നത്? ആദ്യം ആ റിപ്പോർട്ട് നോക്കിയ ശേഷമല്ലേ ഓപ്പറേഷനിലേക്ക് കടക്കുക? അതായത് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടാകും എല്ലാ ദിവസവും, ഓരോ ദിവസവും സർജറി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടാകും ഓരോ യൂണിറ്റും. അവരുടെ ഓപ്പറേഷൻ ഡേയിൽ ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് സർജറികൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു പേഷ്യന്റ് ടങ് ടൈ ഉള്ള ഒരു പേഷ്യന്റ് കുട്ടിയാണെന്ന് കരുതി ഈ കുട്ടിയുടെ ഓപ്പറേഷൻ ടങ് ടൈ ചെയ്തതായിരിക്കാൻ സാധ്യത. അവിടെ തന്നെ 2 കേസുകൾ ഉണ്ടായിരുന്നിരിക്കും, ടങ് ടൈയും അതുപോലെ ഈ ലിറ്റിൽ ഫിംഗർ, ഒരു ഫിംഗറും കൂടെ ഉള്ള കേസും 2 കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അല്ല, സർജറി ചെയ്യാനുള്ള സ്ഥലം മാർക്ക് ചെയ്യില്ലേ ഡോക്ടർ സാധാരണഗതിയിൽ? സർജറി ചെയ്യാനുള്ള ഭാഗം മാർക്ക് ചെയ്യില്ലേ സാധാരണഗതിയിൽ? സർജറി ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് സർജൻ അല്ലാത്തത് കൊണ്ട് എനിക്ക് അത് അറിഞ്ഞുകൂടാ. അവർ മാർക്ക് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ സർജൻ അല്ലാത്തത് കൊണ്ട് പീഡിയാട്രിക് സർജറിയിൽ ഇപ്പം ടങ് ടൈ ഉള്ള ഒരു കുട്ടിക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കൈ ആകുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, ടങ് ടൈ ആകുമ്പോഴത്തേക്ക് വായിലാകുമ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാർക്കിംഗ് സിസ്റ്റം ഇഫക്റ്റീവായിട്ട് നടന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ അന്വേഷണത്തിലൂടെ വെളിവാകേണ്ട കയ്യിലാണ് ചെയ്യേണ്ടിരുന്നത്. കയ്യിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകണം സ്വാഭാവികമായിട്ടും. ഇതൊരു ചെറിയ പിഴവായിട്ടാണോ ഡോക്ടർ കാണുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഇത് ചെറിയ പിഴവല്ല. അത് തീർച്ചയായിട്ടും അതൊരു ഗൗരവമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ്. ഈ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുന്നതും ആൾ മാറി ശസ്ത്രക്രിയ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പാടില്ലാത്തതും തിരുത്തപ്പെടേണ്ടതുമാണ്. അങ്ങനെ ഇൻവോൾവ് ആകുന്ന ഡോക്ടർമാരെയും നഴ്സിംഗ് ടീമിനേക്കും തീർച്ചയായിട്ടും അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനോജ്, ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ, ഈ ടങ് ടൈ ഉള്ള മറ്റ് കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കാം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ. അപ്പോൾ അങ്ങനെ മാറിപ്പോയതായിരിക്കാം എന്നൊരു ന്യായമാണ് ഡോക്ടർ ജയപ്രകാശ് പറയുന്നത്. നമുക്ക് അവിടെ എത്ര പേർ ഓപ്പറേഷൻ എത്തിയിരുന്നു എന്നതിന്റെ കണക്കും വിവരങ്ങളും ഉണ്ടോ? സ്മൃതി, അങ്ങനത്തെ കണക്കുകൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഈ കുട്ടിയുടെ പേരൻസും ഇതേ സംശയം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെയാണ് പേരൻസ് നമ്മളോട് സംസാരിച്ചത്. ഇതേ ടങ് ടൈ പ്രശ്നമുള്ള, ഈ നാവിന് പ്രശ്നമുള്ള മറ്റൊരു കുട്ടിയും കൂടെ ഇന്ന് സർജറിക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം, ഇതേ ഡോക്ടർ തന്നെ സർജറി ചെയ്യേണ്ട കുട്ടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കെ
അല്ല, അത് കൃത്യം ഈ വിവാദത്തിന് ശേഷമായിരിക്കും അത് നടന്നിട്ടുണ്ടാവുക, അത് കൃത്യമായി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ കുട്ടിക്ക് മെഡിക്കൽ രേഖകളുണ്ടല്ലോ, ഫയലുണ്ടല്ലോ, ഓരോ കുട്ടിക്കും ഫയലുണ്ടല്ലോ. ആ ഫയൽ നോക്കിയിട്ടാണല്ലോ ഈ സർജറിക്ക് മുൻപ് എന്തെങ്കിലും വേറെ ചികിത്സ കൊടുത്തിട്ടുണ്ടോ, ഏതെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഫയൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടായിരിക്കും ഡോക്ടർ സർജറിക്ക് പോവുക. ആ ഫയൽ നോക്കുന്നതിൽ പോലും വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫയൽ നോക്കിയിരുന്നെങ്കിൽ അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ലിറ്റിൽ ഫിംഗർ, അതായത് ആറാമതൊരു വിരലുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഫയൽ നോക്കിയിരുന്നെങ്കിൽ വീഴ്ച അവിടെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണവശാൽ ആ ഡോക്ടർ അത് നോക്കിയിട്ടില്ല. കുട്ടി കരഞ്ഞപ്പോൾ ടങ് ടൈ ആണെന്ന് കരുതി ഡോക്ടർ അത് ചെയ്തു എന്ന് പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് നഴ്സുമാർ ആരും തന്നെ അത് ശ്രദ്ധിച്ചുമില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുകയാണ്. ഡോക്ടറുടെ ഭാഗത്ത് മാത്രമാണോ വീഴ്ച, ഇനി മറ്റ് ഒപ്പമുണ്ടായിരുന്ന സഹായികൾ ഉണ്ടാവില്ല, ഡോക്ടർ ഒറ്റയ്ക്കല്ലല്ലോ ഇത് ചെയ്യുന്നത്, നഴ്സുമാർ ഉൾപ്പെടെയുള്ള സഹായികളുണ്ടാവും, മറ്റാർക്കെങ്കിലും ഇത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ശരി, ദിനേശ് പെരുമണ്ണ, ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരന്തരം കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്? ഫയൽ പരിശോധിച്ച ശേഷമാണ് സ്വാഭാവികമായും ഡോക്ടർ ഓപ്പറേഷനിലേക്ക് കടക്കുക. അങ്ങനെ ഫയൽ പരിശോധിച്ച നഴ്സുമാരാണ് ഡോക്ടർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കുട്ടി കരഞ്ഞപ്പോൾ കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് ഡോക്ടറുടെ കാര്യത്തിൽ സൂപ്രണ്ട് ആദ്യം വിശദീകരിച്ചത്. വാർത്ത വിവാദമാവുകയും അവിടെ പ്രതിഷേധമുണ്ടാവുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണല്ലോ ഒരു നടപടിയിലേക്ക്, സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സംഭവം ഞെട്ടിക്കുന്നതാണ്. 5 വിരൽ ആണ് മനുഷ്യനുള്ളത്, ഒന്ന് ആറാമത് ഈ കുട്ടിക്കുണ്ട്. ആ വിരലിൻ്റെ സർജറി ചെയ്യുന്നതിന് വേണ്ടിയാണ് പോയത്. ആ ആറാമത് വിരലിന് പകരം 5ാമത് വിരലിൽ സർജറി ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഈ നാക്കിനടിയിൽ സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഏത് ഫയൽ പഠിച്ചിട്ടാണ് ഈ സർജറി ചെയ്തത്? ഡോക്ടർ ഫയൽ പഠിച്ചിട്ട് തന്നെയാണ് സർജറി ചെയ്യുന്നത്. ഡോക്ടറാണല്ലോ ഈ സർജറി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഈ ഫയൽ പഠിച്ചില്ല, ഫയൽ കണ്ടില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. ഇവിടെ പീഡിയാട്രിക് ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഇത് മാതൃകാപരമായ ശിക്ഷ ലഭിക്കപ്പെടണം. ഇത് കൃത്യമായിട്ടും മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള നെഗ്ലിജൻസുകളിൽ ഒന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കാലിൻ്റെ ഇടത് കാല് വലത് കാലാകും, പക്ഷേ ഈ അവയവത്തിന് പകരമായിട്ട് മറ്റൊരു അവയവത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ, സീനിയർ ഡോക്ടർ, അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചേരുന്ന പല രോഗങ്ങളുള്ള ആളുകളും ഉണ്ടാകും. ഇപ്പോൾ ആർട്ട് പ്രശ്നവുമായി എത്തിച്ചേരുന്ന രോഗിക്ക് ചിലപ്പോൾ കിഡ്നിക്ക് തകരാറുണ്ടാകും. അപ്പോൾ ആർട്ടിൻ്റെ ഓപ്പറേഷന് വിധേയനാക്കിയ രോഗിക്ക് ആ ചികിത്സക്ക് പകരം കിഡ്നിക്കാണോ ചികിത്സിക്കേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ കുട്ടി കരഞ്ഞു, കുട്ടിയുടെ നാവിന് തകരാറുണ്ടായിരുന്നു, അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അത് ഈ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണ്ടേ? ഞാൻ ആ കുട്ടിയെ പോയി ആശുപത്രിയിലെ 34ാം വാർഡിൽ പീഡിയാട്രിക് സർജറി വാർഡിൽ പോയി കണ്ടു. ആ കുട്ടിക്ക് അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. രക്ഷിതാക്കൾ പറയുന്നു, ഉമ്മ പറയുന്നു ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, ഉപ്പ പറയുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഉപ്പയുമായി ഞാൻ നേരത്തെ സംസാരിച്ചു. അദ്ദേഹം പറയുന്ന 6 മണിക്ക് വാർഡിൽ കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയതാണ്. സർജറി നാവിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ. അപ്പോൾ നാവിന് ചെയ്തതിന് ശേഷമാണ്, ഇത് കണ്ടെത്തിയതിന് ശേഷം ഇത് പ്രശ്നമായപ്പോഴാണ് പിന്നെ വിരലിന് സർജറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുടരുകയാണ് ഇത്തരം സംഭവങ്ങൾ. ഈ കുട്ടിയുടെ നാവിന് ഒരു പ്രശ്നമുള്ളതായി അവരുടെ മാതാപിതാക്കൾക്ക് തോന്നിയിട്ടുണ്ടോ ദിനേശ് പെരുമണ്ണ? അവരോട് സംസാരിച്ചത് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇല്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ ഉമ്മ പറഞ്ഞത് ഈ കുട്ടിക്ക് ഇതുവരെ അങ്ങനെ നാവിനടിയിലായിട്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമാണ്. സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ് എന്നതാണ് ആ പ്രശ്നം. അത് ചെറിയൊരു ശസ്ത്രക്രിയ തന്നെയാണ് അതിൽ നടത്തുക. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഇവർ ഉറപ്പിക്കുന്നത്. ഇതുവരെ ആ കുട്ടിക്ക് അങ്ങനെ സംസാരിക്കുന്നതിൽ വ്യക്തത കുറവോ മറ്റൊന്നോ ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ചികിത്സ തേടി പോകുമായിരുന്നല്ലോ അവർ. ആ കുട്ടിക്ക് അതില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ വെച്ച് ഞങ്ങളെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ന്യായീകരണത്തിന് വേണ്ടി ആ കുട്ടിക്ക് അത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇത് സത്യത്തിൽ ഇത് ആൾ മാറിപ്പോയതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടി
6 വിരലുള്ള കുട്ടി, ആ 6 വിരലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സർജറിക്ക് ചെന്നാൽ അതിൻ്റെ ഫയലും ആ കുട്ടിക്കും ഓപ്പറേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് പരിശോധിച്ചല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ആള് മാറിപ്പോയി മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് രോഗികൾക്ക് പോകാൻ കഴിയും? ഇതിലിപ്പോൾ ഈ സാധാരണക്കാർ പാവങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനമാണല്ലോ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് ഇതൊക്കെ മതി എന്നൊരു നിലപാട്, എന്നൊരു രീതി പൊതുവെ ഡോക്ടർമാർക്കുണ്ടോ? എല്ലാ ഡോക്ടർമാരെയും നമ്മൾ ആക്ഷേപിക്കാനും തയ്യാറല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ട്, അവിടെ MCHലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുണ്ട്. എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ കാണുന്നതാണ്, അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഇത്തരം ചില ഡോക്ടർമാരുണ്ട്. ഇത്തരം ചില ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുടെ കൈകളിൽ നിന്നും വരുന്ന ഈ വീഴ്ച മൂലം ജീവിതമാണ് ഇവിടെ തകരുന്നത്. ഹർഷിന എന്ന് പറയുന്ന സഹോദരിയുടെ വയറ്റിലകപ്പെട്ട കത്രിക 5 വർഷമാണ് അവർ പേറി നടന്നത്. അവർക്ക് വേണ്ടി ആ സമരത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നേതൃത്വം കൊടുക്കുമ്പോൾ 104 ദിവസവും ഞങ്ങൾ പറഞ്ഞത് ഇനിയൊരു ഹർഷിനക്ക് ഈ അനുഭവം ഉണ്ടാകരുത്, ഇനിയൊരു പാവപ്പെട്ട രോഗിക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അന്ന് ഞങ്ങളൊന്ന് ആവശ്യപ്പെട്ടു, ഇവിടെ ഡോക്ടർമാർക്ക് സംരക്ഷണം ലഭിക്കപ്പെടണം, ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ലഭിക്കപ്പെടണം, അതുപോലെ രോഗികൾക്കും ഇവിടെ സംരക്ഷണം ലഭിക്കപ്പെടണം. ആ നിയമം ഇല്ല. നിയമം ഇപ്പോൾ ഡോക്ടർമാർക്ക് വേണ്ടി മറ്റാരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണുള്ളത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തവരാണ്. പക്ഷേ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടേ? ഇതുപോലെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസുകൾ ആവർത്തിക്കുമ്പോൾ ഇവിടെ രോഗികൾക്കും സംരക്ഷണം കിട്ടാവുന്ന നിയമം കൊണ്ടുവരേണ്ടത്. അന്ന് ഹർഷിനക്ക് ഇതുണ്ടായപ്പോൾ എന്താ നടന്നത്? ആരോഗ്യ വകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡുകൾ, 2 വിദഗ്ധ ടീമുകൾ അത് അന്വേഷിച്ച് തള്ളിക്കളയുകയാണ്. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പിന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിലേക്ക് പോലീസിനെ കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ജനകീയ പോരാട്ടത്തിലൂടെ ഹർഷിന നടത്തിയ സമരത്തിലൂടെ സാധ്യമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലീസിൻ്റെ ആ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നിട്ടും ആ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ. കോഴിക്കോട് DMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ്, ആ മെഡിക്കൽ ബോർഡ് അത് അട്ടിമറിക്കുന്നതല്ലേ ഉണ്ടായത്. അവിടെയും ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നില്ലേ? തെരുവിൽ കിടന്ന് സമരം ചെയ്താലേ ഇത്തരം പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് ഇത്തരം ആളുകൾക്ക് പ്രേരണയേകുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായും ഹർഷിനയുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഹർഷിനയിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക്. ഹർഷിന മെഡിക്കൽ കോളേജ് അനാസ്ഥയ്ക്കെതിരെ കാലങ്ങളായി സമരം ചെയ്യുന്ന വ്യക്തിയാണ് ഹർഷിന. പോരാട്ടം ഇപ്പോഴും തുടരുന്നു. അത് ഈ അനാസ്ഥയുടെ ഭാഗമായുള്ള വേദന ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ പുതിയ സംഭവത്തെ എങ്ങനെയാണ് ഹർഷിന കാണുന്നത്? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിന് വല്ലാതെ പ്രയാസം തോന്നുന്നുണ്ട്. നമ്മൾ അനുഭവിച്ച ആ ഒരു സംഭവം അത്രത്തോളം, ഇത് ചെറുതാണെങ്കിലും ഇതുപോലെ ഇനിയൊരു തുടർക്കഥയാവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഴ്ചകൾ വരുമ്പോൾ അതിനൊരു കർശന നടപടി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ബാക്കിയുള്ളവർക്കൊരു പ്രോത്സാഹനം പോലെയാണ്. കാരണം ഇതിപ്പോൾ രാവിലെ പുറത്തു വന്ന വാർത്തയാണ്. ആ ഡോക്ടറെ വൈകിട്ടായപ്പോഴേക്കും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ശരിയായ നടപടിയിലേക്ക് കടന്നു എന്ന് തോന്നുന്നുണ്ടോ? സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളെ കാര്യത്തിലൊന്നും ഇതുപോലെ നടപടി ഉണ്ടാവും, ഉടൻ നടപടി ഉണ്ടാവും എന്ന് പറയാന്നല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. ഈ ഒരു കാര്യത്തിൽ വളരെ നല്ല കാര്യമാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ഡോക്ടർ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല. മാപ്പ് പറഞ്ഞതിന് നമ്മൾ അതും സ്വീകരിക്കുന്നു. കാരണം നമ്മളെ പ്രശ്നത്തിലൊന്നും ഇത് എവിടുന്ന് വന്നു, ആര് ചെയ്തു, ഞങ്ങളല്ല, അവിടെ നിന്നാണ് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് മാക്സിമം എങ്ങനെയൊക്കെ തലയൂരാം, എങ്ങനെയൊക്കെ നമ്മളെ അവഗണിക്കാം എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരുപാട് അത്രയും സമര പോരാട്ടങ്ങൾ നടത്തിയിട്ട് തെരുവിൽ യുദ്ധം ചെയ്താണ് കോടതിയിൽ വരെ ആ ഒരു കേസ് എത്തുന്ന രൂപത്തിലേക്ക് ഇപ്പം പരിഗണിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു നീതിയിലേക്ക് എത്തിയിട്ടില്ല. അത് 2 വർഷത്തോളമായി നമ്മളിതിൻ്റെ പുറകിലാണ്. അത്രയും വലിയൊരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ട് പോലും. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് നേരത്തെ ദിനേശ് പെരുമണ്ണ സാർ പറഞ്ഞതുപോലെ ഈ ഡോക്ടേഴ്സിന്, ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണ നിയമം ഉള്ളതുപോലെ
രോഗികൾക്കും ഒരു സംരക്ഷണ നിയമം തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം ഇത്തരം വീഴ്ചകൾ ഇങ്ങനെ തുടർക്കഥയാവുമ്പോൾ ഇതിന് കാരണക്കാരായവർ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇത് തുടരാനുള്ള കാരണം. ഇപ്പോൾ ഒരു സസ്പെൻഷൻ എന്നുള്ളത് ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് എടുത്തൊരു തീരുമാനം എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. ആ ഡോക്ടർ അതിന് മാപ്പ് പറയുകയും ചെയ്തു. അതൊരു ചെറിയൊരു കേസ് ആയതുകൊണ്ട് അത് വലിയൊരു സംഭവമായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കായിരുന്നു. ഒരു മേജർ സർജറിയിലാണ് ഇതുപോലൊരു അവയവം മാറി സർജറി ചെയ്യുന്ന ഒരവസ്ഥ വന്നിരുന്നതെങ്കിൽ ആ ഒരു കുടുംബത്തിനുണ്ടാകുന്നൊരു പ്രയാസം, ആ അനുഭവിക്കുന്ന ആ മോൾക്കാണെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രയാസം, അത് 5 വർഷം ഇപ്പോൾ 7 വർഷമായിട്ട് തുടർച്ചയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് ഇപ്പോഴും അതിൻ്റെ വേദനകൾ പേറിക്കൊണ്ട് വീട്ടിൽ ശരിക്കും ബെഡ് റെസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. 5 വർഷം വയറിനുള്ളിൽ കൊണ്ടു നടന്നു, 2 വർഷം പുറത്തെടുത്തിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെട്ട് വരും എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു സർജറി കഴിഞ്ഞിടത്ത് തന്നെ വീണ്ടും പ്രയാസങ്ങൾ. ഇനി 21-ാം തീയതി ഒരു സർജറി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സർജറി ടേബിളിലേക്ക് നമ്മളെ ജീവൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അവിടുന്ന് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചു പോകുന്ന കേസുകളുണ്ട്. പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വമുള്ള ശ്രദ്ധക്കുറവില്ല ഇതൊക്കെ പെടുത്താവുന്നത്. അപ്പോൾ അതിനൊരു കർശന നടപടി, മാതൃകാപരമായ ശിക്ഷ എത്രയും പെട്ടെന്നുണ്ടാവണം. ഇത് കാത്ത് കാലം കഴിഞ്ഞ് നമ്മൾ ഇരയായവർ എന്താ പറയുക വാദി പ്രതിയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി യുദ്ധം ചെയ്ത് ഇനി നീതി കിട്ടുമോ എന്നുള്ളത് പോലും ഇങ്ങനെ സംശയത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ കേസിലൊക്കെ വരുന്നത്. ആരോഗ്യവകുപ്പായാലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു നടപടി എടുത്ത് കാണിച്ചു കൊടുക്കണം പൊതുസമൂഹത്തിന് മുന്നിൽ. ഇത് ഞങ്ങൾ പോലും സമരം ചെയ്യുന്ന അതിൻ്റെ മുമ്പ് ഉള്ള കുറേ വിഷയങ്ങൾ ഞാൻ ആളുകൾ പറഞ്ഞിട്ട് കേട്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല, അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിനുള്ള പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട്. അത് മാറ്റണം എന്ന് എന്തായാലും നമുക്ക് ഈ ഒരു സമരത്തിൽ ആ ഒരു കാഴ്ചപ്പാട് മാറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ഇതാണ് നമ്മൾ പറയുന്നില്ല. ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സിനെയും നമ്മൾ ഒരു സമൂഹത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവന് എന്താ പറയുക, എന്തൊരു വിഷയം, ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ അവരത്രയും ഒരു വിലയോട് കൂടി ഇതൊരു മനുഷ്യൻ്റെ ജീവനാണ് എന്നുള്ള ആ ഒരു സീരിയസ്നെസ്സോട് കൂടി സമീപിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ ശ്രീ ജയപ്രകാശ്, ഇപ്പോൾ ഹർഷീന പറഞ്ഞത് കേട്ടല്ലോ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു ഐക്യവും പ്രതികരണവും ഒക്കെ എത്ര ശക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ചിലർക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ അതിനെ നിശിതമായി വിമർശിക്കുന്ന ശബ്ദങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിലെന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി പെട്ടെന്ന് ഇടപെടുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സസ്പെൻഷൻ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണ റിപ്പോർട്ടും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. താങ്കൾ സൂചിപ്പിച്ചത് ഒരു കാര്യം ശരിയാണ്. ഡോക്ടർമാരുടെ ഇടയിൽ നിന്നുള്ള വീഴ്ച വരുന്ന സാഹചര്യങ്ങളിൽ പൊതുവിൽ ഈ സംഘടനകൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വയം വിമർശനപരമായിട്ട് സമീപനം എടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ മെഡിക്കൽ സമൂഹത്തിനിടയിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും ഈ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ വീഴ്ചകൾ കൃത്യമായിട്ട് അതിനെതിരെയുള്ള പരാതി കിട്ടുന്നതിനുള്ള സംവിധാനം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ വീഴ്ചകൾ ഉണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇതെല്ലാം പ്രധാനമായിട്ടും നടക്കേണ്ടത് തന്നെയാണ്. അത് നടക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അത് ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഇവിടെ ശ്രീ ഹർഷീന പറഞ്ഞതുപോലെ പിന്നെ പുള്ളി ഡോക്ടർ ക്ഷമാപണം നടത്തി, അതുപോലെ സർക്കാർ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു നല്ല രീതിയിലുള്ള പൊതുവേ ഉള്ള തിരിച്ച് ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്താകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാതൃകാപരമായ ശിക്ഷയും ഡോക്ടർക്ക് കൊടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്.
അപ്പോൾ പക്ഷേ നമ്മൾ കാര്യം കാണേണ്ടുന്നത് സ്വയം വിമർശനപരമായിട്ട് നമ്മളെ കയ്യിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഡോക്ടർ രോഗി വിശ്വാസ്യത ബന്ധമൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സമീപനം തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, ഞങ്ങളുടെ പ്രതിനിധി സിനോജിലേക്ക് പോകുന്നു. സിനോജ്, ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം പരാതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരു ചെറിയ ശസ്ത്രക്രിയയാണ് എന്ന് പറഞ്ഞത് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ കാൽവിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് നാവലി ശസ്ത്രക്രിയ നടത്തിയെന്ന വാർത്ത പുറത്തു വന്നത് ഗൗരവത്തിലുള്ളതാണ് എന്ന ബോധ്യം അവർക്ക് പിന്നീട് എപ്പോഴാണ് ഉണ്ടായത്? ഇപ്പോൾ ഒരു പരാതി പോലീസിൽ കേസ് കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ നിലപാട് എന്താണ്? സ്മൃതി, അതായത് തുടക്കം മുതൽ തന്നെ കുടുംബം സ്വീകരിച്ചത് ഈ ഡോക്ടർ തെറ്റ് സമ്മതിച്ചു, മാപ്പ് പറഞ്ഞു, അത് അംഗീകരിക്കുന്ന നിലപാട് അവർ തുടക്കത്തിൽ സ്വീകരിച്ചു. അപ്പോഴും അവർ പറഞ്ഞിരുന്നു ഭാവിയിൽ എന്തെങ്കിലും ഈ സർജറി കാരണം കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, സംസാരിക്കാൻ എന്തെങ്കിലും വൈകല്യം അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഡോക്ടറായിരിക്കും എന്ന രീതിയിൽ അവർക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പരാതി കൊടുക്കാൻ ഇടയാക്കിയത്. ഏതായാലും സസ്പെൻഡ് ചെയ്തതിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം സൂപ്രണ്ട് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. രേഖാമൂലം സൂപ്രണ്ടിന് പരാതി കൊടുത്തപ്പോഴും സൂപ്രണ്ട് പറഞ്ഞിരുന്നു ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോയതും. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്തതിൽ കുടുംബം സംതൃപ്തരാണ്. പക്ഷെ അവർ ഇപ്പോഴും ഹർഷീന പറയുന്ന പോലെ പറയുകയാണ്, ഇത് വീണ്ടും ആവർത്തിക്കരുത്, മറ്റൊരാൾക്ക് ഈ സംഭവം ആവർത്തിക്കരുതെന്ന് പറയുന്നു. ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ ഒരു വീഴ്ച, അവരുടെ ചെയ്യേണ്ട ജോലിയിൽ വരുത്തിയ ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് ഇനി മറ്റാർക്കും ഇതുപോലെ ഒന്നും സംഭവിക്കരുതെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. സ്മൃതി, ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നോ? ഈ ഡോക്ടർ എങ്ങനെയുള്ള ഡോക്ടറാണ്? അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്, അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഈ പിഴവ് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ പിഴവ് സംഭവിച്ചു എന്നാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്? സ്മൃതി, കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. സൂപ്രണ്ട് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു ബന്ധപ്പെട്ട അധികൃതർ. കാരണം മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് തുടക്കത്തിൽ തന്നെ ഈ കുട്ടിയുടെ പേരൻസിനോട് തന്നെ ഡോക്ടർ വീഴ്ച സമ്മതിച്ച സാഹചര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകിയാണ് ഡോക്ടർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അതായത് സൂപ്രണ്ടിനോട് പറഞ്ഞ കാര്യങ്ങൾ, സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അദ്ദേഹം തെറ്റിദ്ധരിച്ച്, അതായത് നാവിലായിരിക്കാം പ്രശ്നമെന്ന് കരുതി തെറ്റിദ്ധരിച്ച് സർജറി ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു കുട്ടിക്ക് ഈ ടങ് ടൈ ഇഷ്യൂ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കാം, അതാണെന്ന് കരുതി ചെയ്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വിശദമായ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. കാരണം ഈ ഡോക്ടർക്കൊപ്പമുള്ള മറ്റ് നഴ്സുമാരും സർജറിയാണ്, ചിലപ്പോൾ അധികം ഡോക്ടേഴ്സ് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൈനർ സർജറി ആണെങ്കിൽ പോലും മെഡിക്കൽ കോളേജാണ്, ഒപ്പം മറ്റ് ഡോക്ടേഴ്സ് കൂടെ ജൂനിയർ ഡോക്ടർമാർ കൂടി ഒപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ പരിശോധിച്ച് എല്ലാവരും മൊഴികളൊക്കെ തന്നെ രേഖപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസും ഡോക്ടർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്മൃതി, ദിനേശ് പെരുമണ്ണ, ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടികൾ വേണമെന്നുള്ളതാണ് നിങ്ങളടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ആവശ്യം. ഇപ്പോൾ ഡോക്ടർ സസ്പെൻഷനിലാണ്, അതിന്മേലൊരു വിശദമായ പരിശോധന നടത്തി വരുന്നു. അതിനുശേഷമാണ് കൂടുതൽ നടപടികൾ വേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുക എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അല്ല, ഈ നടപടി വന്നു എന്ന് പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. അപ്പോൾ അന്വേഷണം നടത്തേണ്ടി വരും. പക്ഷേ ഞങ്ങളൊക്കെ അവിടെ സമരം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഞങ്ങൾ സമരം നടത്തി. ആ സമരത്തിന് ശേഷമാണ് ഈ നടപടി വരുന്നത്. ഞങ്ങളത് സ്വയം അവകാശപ്പെടുന്നതല്ല, മറിച്ച് ഡോക്ടർ തന്നെ സമ്മതിച്ചു എനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് രോഗിക്ക് എഴുതി കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ട് രോഗിക്ക് എഴുതി കൊടുത്ത, ഡോക്ടറുടെ ആ കൈപ്പടയിൽ എഴുതി കൊടുത്തത്. അപ്പോൾ ഡോക്ടർ തന്നെ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അദ്ദേഹത്തെ മണിക്കൂറുകൾ അന്വേഷണത്തിന് വിധേയമാക്കി സസ്പെൻഡ് ചെയ്യാൻ സമയമെടുക്കേണ്ടതില്ല. എന്നാലും ചെയ്തു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ സസ്പെൻഷന് ശേഷവും നേരത്തെ നമ്മളിവിടെ അതിജീവിതയുടെ കാര്യം പറഞ്ഞല്ലോ. തൈറോയിഡ് സർജറിക്ക് വിധേയയായി അനസ്തേഷ്യ മയക്കത്തിൽ കിടക്കുന്ന ആ അതിജീവിതയെ, ആ സഹോദരിയെ പോയിട്ടാണ് മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ കയറി പീഡിപ്പിച്ചത്. ആ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ഇപ്പോൾ പുറത്ത് നിൽക്കുക. ഇപ്പോൾ ആ അതിജീവിതക്കൊപ്പം നിന്നു എന്ന് പറയുന്ന ജീവനക്കാരെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ സമരം ചെയ്തവരാണ് ഞങ്ങൾ. അവരെ കേരളം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി വന്നപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ സീനിയർ നഴ്സിംഗ് ഓഫീസർക്ക് നീതി ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നടപടികളൊക്കെ എടുക്കുമ്പോൾ ആ നടപടികളിലും സംശയങ്ങൾ ഉളവാക്കുന്ന നടപടികളായി മാറുന്നു പലതും. അതുകൊണ്ടാണ് ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. ശക്തമായ നടപടി വേണം.
ഇവിടെ ഞാനൊരു കാര്യം സ്വാഗതം ചെയ്യുന്നു. പീഡിയാട്രിക് ഡോക്ടർ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇത്തരം ആവർത്തിക്കാൻ പാടില്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായ നടപടി സ്വീകരിക്കപ്പെടണം. ആ നടപടി കൃത്യമായിട്ടും അത് ഇങ്ങനെ ഇനി മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ച് ഒരു മെഡിക്കൽ ബോർഡ് വരും, അവരാ റിപ്പോർട്ട് തള്ളിക്കളയും, വീണ്ടും അനന്തമായ റിപ്പോർട്ട്, വീണ്ടും ചർച്ച, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറയപ്പെടുന്ന ചെയ്തിട്ടുള്ള കുറ്റം നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാകും വീണ്ടും, അപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർശനമായ നടപടി സ്വീകരിക്കപ്പെടണം. മറ്റൊന്ന്, ഞാൻ പല ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കും ജോലിഭാരം വർദ്ധിച്ചതുകൊണ്ടാണ്. സത്യത്തിൽ അതും ഒരു പരിധിവരെ ശരിയാണ് എന്ന് ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ. കാരണം മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അവർ ഉറക്കം തൂങ്ങി ജോലി ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. പക്ഷെ അവരെ കൃത്യമായിട്ട് ജോലി ചെയ്യണം. അത് മനുഷ്യൻ്റെ ശരീരം വെച്ചാണ് അവർ ഈ പരിശോധിക്കുന്നതും സർജറി നടത്തും. പക്ഷേ അവർക്കും ആവശ്യമായ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലില്ല, ആവശ്യമായ ജീവനക്കാർ മെഡിക്കൽ കോളേജിലില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കപ്പെടുകയാണ്. ആരോഗ്യ വകുപ്പ് കൃത്യമായും ആരോഗ്യ മേഖലയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് ഞാൻ ആരോപിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ലഭിക്കപ്പെടുന്ന ആ തീയതിക്കകം ഇന്ന് രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന കുട്ടിയെ ആ കുട്ടിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് വിരലിന് പകരം നാക്കായി മാറിപ്പോകുന്നത്. അപ്പോൾ അതൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ വേണ്ടത്രയുള്ള ഇടപെടലുകളും ശ്രദ്ധയുമില്ലായ്മയുണ്ട് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്നതിന്. ഏതായാലും കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം. ശരി, ഇടവേളയിലേക്ക് ചിത്താം സിനോജിലേക്കാണ്. സിനോജ്, ഇപ്പോൾ ഈ വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് എപ്പോൾ നൽകുമെന്നാണ് അറിയിക്കുന്നത് സൂപ്രണ്ട്? സ്മൃതി, അതായത് പ്രാഥമിക റിപ്പോർട്ട് നൽകി ആരോഗ്യമന്ത്രിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഈ വീഴ്ച സംഭവിച്ചത് ഡോക്ടർ സമ്മതിക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. നേരത്തെ ദിനേശ് പെരുമാന പറഞ്ഞതുപോലെ തന്നെ വൈകിയെന്നൊരു ആരോപണം ഉന്നയിച്ചു. പക്ഷേ വൈകിയെന്ന് പറയാനും കഴിയില്ല, ഇത് നടപടിക്രമത്തിനുള്ള സമയമുണ്ട്. ഡോക്ടർ ഈ കുട്ടിയുടെ പേരൻസിനോട് സമ്മതിച്ചെങ്കിൽ കൂടി ആരോഗ്യത്തിന് നടപടിക്രമങ്ങളുണ്ട്. സൂപ്രണ്ടിനെ ഈ ഡോക്ടറെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത് രേഖാമൂലം റെക്കോർഡ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ആരോഗ്യവകുപ്പിൽ നൽകേണ്ടതുണ്ട്. അങ്ങനെ ആ നടപടിക്രമത്തിൽ വന്ന ഒരു കാലതാമസം മാത്രമേ ഇപ്പോൾ സസ്പെൻഷനിൽ വന്നിട്ടുള്ളൂ. ഏതായാലും ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ വിശദമായ റിപ്പോർട്ട് നൽകുമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്ടർ ബിജോൺ ഒപ്പം തന്നെ മറ്റ് സർജറി റൂമിലുണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന മറ്റ് ആളുകളുടെ കൂടി മൊഴികൾ വിശദമായി രേഖപ്പെടുത്തേണ്ടത്. അതൊക്കെ തന്നെ രേഖപ്പെടുത്തിയ ശേഷം മാത്രം ഏറ്റവും അടുത്ത ദിവസം തന്നെ വിശദമായ റിപ്പോർട്ട് നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി, ഈ ഡോക്ടറുടെ പ്രതികരണത്തിൽ അവിടെ ഒരുപാട് ശസ്ത്രക്രിയകൾ വരുന്നു, അങ്ങനെ ഡോക്ടർമാർ ബുദ്ധിമുട്ടുന്നു, അവർ എണ്ണത്തിൽ കുറവാണ് എന്നുള്ള വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും അത് സ്ഥിരമായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന വിഷയമാണ്. അത് മെഡിക്കൽ കോളേജ് ആയാലും ബീച്ച് ജനറൽ ആശുപത്രിയൊക്കെ തന്നെയായാലും ഡോക്ടേഴ്സ് പറയാറുള്ളതാണ്. OPയിൽ 100 കണക്കിന് ആളുകളെ ഡോക്ടേഴ്സ് നോക്കാറുണ്ട്. അതിനുശേഷമൊക്കെ തന്നെയാണ് അതിനു മുമ്പ് ശേഷം സർജറിക്ക് പോകുന്ന ഡോക്ടേഴ്സൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് ഈ രോഗികളുടെ അനുപാതത്തിനനുസരിച്ചല്ല ഡോക്ടേഴ്സ് എല്ലായിടത്തും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഡോക്ടേഴ്സിന് MBBS കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകണം. ഇത് അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ് ഈ ഡോക്ടർ, സസ്പെൻഷൻ കിട്ടിയ ഡോക്ടർ. അവർക്ക് ജോലിഭാരം കൂടുതലാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആളെത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി, ഗൂഡല്ലൂർ മേഖലയിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. നിപ്പ കാലത്തും കോവിഡ് കാലത്തൊക്കെ മികച്ച രീതിയിൽ സേവനം ചെയ്ത ഒരു മെഡിക്കൽ കോളേജാണ്. രാത്രിയും പകൽ ഒരേപോലെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അതൊന്നും നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ ഈ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടേഴ്സ് ഇല്ല എന്നൊരു പരാതി എല്ലാ സംഘടനകളും, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി പറയുന്നതാണ്. ആ വിഷയം ഡോക്ടേഴ്സിന് മുൻപിലുണ്ട്. ആ ഒരു വർക്ക് പ്രഷർ നിൽക്കുമ്പോഴാണ് ഇത്ര ഒരു വീഴ്ചകൾ അവർക്ക് സംഭവിക്കുന്നത്. അത് പാടില്ലാത്ത വീഴ്ചകളാണ്. പക്ഷേ അവരുടെ ഈ ജോലി തിരക്കും സമ്മർദ്ദവും നമ്മൾ കാണേണ്ടതുണ്ട്. ഡോക്ടേഴ്സിന് രോഗികൾക്ക്, അതായത് ഇത്ര രോഗികൾക്ക് ഇത്ര ഡോക്ടേഴ്സിന് ഒരു കണക്കുണ്ട്. ആ കണക്ക് പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഡോക്ടേഴ്സിന്റെ സംഘടനകൾ പറഞ്ഞു വെക്കുന്നത്. അതും ഒരു കാരണമായിട്ട് പരിഗണിക്കാം. പക്ഷേ ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഡോക്ടറുടെ ഒരു സർജറിക്ക് വരുന്ന പരിശോധിച്ച് സർജറി ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ വന്ന ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി, ഏതായാലും അത് വലിയ അനാസ്ഥ തന്നെയാണ് സംഭവിച്ചത്. 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയാണ് മാറിപ്പോയത്. ഏതായാലും ഡോക്ടർ തുടക്കത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചു എന്നിടത്താണ് ഹർഷിനയുടെ കേസിൽ നിന്നും ഈ കേസ് വ്യത്യസ്തമാകുന്നത്. ഏതായാലും സസ്പെൻഷൻ നടപടി, ഇതിന്മേൽ കൂടുതൽ അന്വേഷണം ഏത് രൂപത്തിൽ നടക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.